റിഫായി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തുനിന്ന് ലേശം മണ്ണെടുത്ത് കാണുകയാണ് മുത്തി. അപ്പൊ ആൾക്കാർ ചോദിച്ചു, എന്താണ് അഹ്മദുൽ കബീർ നിങ്ങളെ മുറ്റത്തുനിന്ന് മണ്ണെടുത്ത് കാണാൻ അത് ചുംബിക്കണത് എന്ന് ചോദിച്ചു. സയ്യിദുനാ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഈ ചുംബിച്ചത് ഒരു സാധാരണ മണ്ണല്ല എന്ന് പറഞ്ഞു. ഈ മണ്ണുണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഈ ചുംബിച്ച മണ്ണ്, ആ മണ്ണ് അതിന്റെ തൊട്ടടുത്ത മണ്ണുമ്മ മുട്ടിയിട്ടാ നിൽക്കണത്. ആ മണ്ണ് അതിന്റെ തൊട്ടടുത്ത മണ്ണുമ്മ മുട്ടിയിട്ടാ നിൽക്കണത്. ആ മണ്ണ് അതിന്റെ അപ്പുറത്തുള്ളേയും മുട്ടി നിൽക്കണോ, അത് അതിന്റെ അപ്പുറത്തുള്ളേയും മുട്ടി നിൽക്കണോ. അങ്ങനെ ഈ മണ്ണ് മദീനത്തെ മണ്ണുമ്മ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. മദീനത്തെ മണ്ണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുകയാണ്. ഞാനിപ്പോ ഈ മുത്തിയത് ആ മണ്ണാണ് എന്ന് പറഞ്ഞു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ ഒരിക്കൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനത്ത് വന്നു. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു സിയാറത്ത് ചെയ്യാൻ മദീനത്ത് വന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫിന്റെ ഹദറത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മൂപ്പർക്ക് തോന്നി, അല്ലാഹു റസൂൽ ഒന്ന് കൈ തന്നാൽ എനിക്കൊന്ന് ചുംബിച്ചാൽ എന്താ. അപ്പൊ ഒരു പാട്ട് പാടി, ഫീ ഹാലത്തിൽ ബുദി റൂഹി കുന്ദുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹദറത് ഫംദുദി അലൈക ലികൈദുഫ്ലാ ബിഹാ ശഫതി. പൊന്നാര നബിയെ, വിദൂരമായ രാജ്യത്ത് നിന്ന് സാധുവായ അഹ്മദ് ഇവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞയക്കാറുണ്ട് നബിയെ. ഇവിടെ വന്ന് ഇവിടുത്തെ മണൽത്തരികളെ മുത്തിമണത്ത് ഇവിടുത്തെ എല്ലാ വിവരങ്ങളും എന്നോട് വന്ന് പറഞ്ഞു തരാറുണ്ട് നബിയെ. ഇന്ന് അഹമ്മദ് ശരീരത്തോടു കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളെ കൈയൊന്ന് നീട്ടിത്തരുമോ എനിക്കൊന്ന് മുത്താൻ. ഹിജ്റ 500 ഈ സംഭവം ഉണ്ടാകുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടി കൊടുക്കുകയും അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു മുത്തുകയും പരിസരത്ത് കൂടിയ മുഴുവൻ ആളുകളും അത് കാണുകയും ചെയ്തു. അപ്പോ മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് കേട്ട ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ രീതി അതാണ്. എന്നാൽ നമ്മൾ വെള്ളിയാഴ്ച പള്ളിക്ക് വന്നിട്ട് ഹൗദും കരക്കെന്ന് ഒച്ചടുന്നത്, പള്ളിന്ന് ദുന്യവിയായ സംസാരം നടത്തിയാല് അമല് പൊളിഞ്ഞു പോകുമെന്ന് അറിയാത്തത് കൊണ്ടല്ലല്ലോ. അറിവ് നമുക്ക് ഉപകാരമുള്ളതാകണില്ല. വിവരമില്ലാത്തവരാരുമില്ല. വിവരം നമ്മുടെ ഉപകാരമുള്ള വസ്തുവായി മാറുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ വിഷയങ്ങളും നമുക്കറിയാം, പക്ഷെ അറിവൊന്നും ഉപകാരമുള്ളതായി മാറുന്നില്ല. മുഅ്മിനീങ്ങളെ ഒരു കാര്യം ഞങ്ങളോട് പറയട്ടെ, ഈ ഉപകാരമുള്ള വിവരം ഉപകാരമില്ലാത്ത വിവരം എന്ന് പറഞ്ഞിട്ട് വിവരം രണ്ടെണ്ണമില്ല, വിവരം ഒന്നുള്ളൂ. നിങ്ങൾ കേൾക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി പോയോ? ഞാൻ ആ പായസം കിട്ടിയാൽ ലേശം കപ്പാസിറ്റി കൂടും എന്നാണ് വിചാരിച്ചിരുന്നത്. എന്തായാലും ഒരു യാനബി ചൊല്ലിയൊക്കെ എല്ലാവരും, യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. ഒച്ചടല് വലിയ ഫളീലത്തായി മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് കമ്മിറ്റി യോഗം നടക്കുമ്പോൾ നീച്ചിന്നിട്ട് 2 വർത്താനം പറഞ്ഞാലേ ആളാകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പള്ളിക്കല വെള്ളിയാഴ്ച ജുമയ്ക്ക് വന്നാല് ഒന്നുകിൽ അങ്ങോട്ട് കയറുമ്പോഴെങ്കിലും ഒച്ചടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഗേറ്റിന്റെ അവിടുന്ന് ഒച്ചടണം, എന്നാലേ വെള്ളിയാഴ്ചന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒച്ചടൽ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി അല്ല, മിണ്ടാതിരിക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എത്ര കണ്ട് സംസാരിക്കാതിരിക്കാൻ കഴിയുമോ അതാണ്. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചത് തിരിച്ചെടുക്കാൻ അള്ളാന്റെ ദുനിയാവിൽ ഒരു വഴിയുമില്ല. സംസാരിക്കാതിരുന്നാൽ ആവശ്യം വരുമ്പോൾ സംസാരിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട് എന്നതാണ്. അതുകൊണ്ട് മാറ്റം തുടങ്ങേണ്ടത് വെള്ളിയാഴ്ച പള്ളിക്കെന്നാണ്.
വെള്ളിയാഴ്ച പള്ളിക്കെന്നാണ്. പള്ളിയിൽ എപ്പോഴും ഒരു നിശബ്ദത ഉണ്ടായിരിക്കണം. ഇത് വെള്ളിയാഴ്ചയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണം. ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് വെള്ളിയാഴ്ചയും വെള്ളിയാഴ്ച രാവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നത് 4 ഭാഗമാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ വിഷയം മാറ്റിയതാണ്. 4 കൂട്ടരാണ് സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നത്. 1, 10 മാസത്തിൽ താഴെ പ്രായമുള്ള തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന ഏത് കുട്ടിയും സുബ്ഹിന്റെ മുമ്പ് ഉണരും. ഇന്ന് പെരേ പോയിട്ട് നിങ്ങൾ പരിശോധിച്ചോളി. 10 മാസത്തിൽ താഴെ പ്രായമുള്ള ചെറിയ കുട്ടി വീട്ടിലുണ്ടോ? ആ കുട്ടി സുബ്ഹിയുടെ അല്പം മുമ്പ് ഉണർന്നിരിക്കും. എന്താ സുബ്ഹിന്റെ അല്പം മുമ്പത്തെ സമയത്തിന്റെ പ്രത്യേകത? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയമാണത്. ഓരോ ദിവസവും നമുക്ക് പുനർജന്മമാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഇന്നലെ മരിപ്പിച്ച് ഇന്ന് വീണ്ടും ഹയാത്താക്കിയ അള്ളാഹുവിന് എല്ലാ സ്തുതികളും എന്നാണ് രാവിലെ പറയണത്. ഇന്നലത്തത് മരണമാണ്, ഇന്നത്തത് ഹയാത്താണ്. ഓരോ ദിവസവും ജനനമാണ്. ആ ജനനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് ജനിക്കുക എന്നുള്ളതാണ് സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നതിന്റെ പ്രത്യേകത. 10 മാസത്തിൽ താഴെയുള്ള എല്ലാ കുട്ടികളും സുബ്ഹിന്റെ മുമ്പ് ഉണരും. ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയാം. എന്തിനാണ് 10 മാസത്തിൽ താഴെയുള്ള കുട്ടികൾ സുബ്ഹിന്റെ മുമ്പ് ഉണരുന്നത്? എന്തിനാ ഉണരുന്നത്? മുല കുടിക്കാനാണ് ഉണരുന്നത്. എന്താ ഇപ്പൊ ഈ കുട്ടിക്ക് ആ നേരത്ത് മാത്രമേ മുല കുടിച്ചിറങ്ങുള്ളൂ? വാസ്തവത്തിൽ ഒരു കുട്ടിക്ക് ഏറ്റവും നന്നായി മുല കൊടുക്കേണ്ട സമയം സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയമാണ്. സുബ്ഹിന്റെ അല്പം മുമ്പ് കുട്ടി ഉണർന്നാൽ ഉമ്മ ഉണരണം. എന്നിട്ട് ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ച് വായ വൃത്തിയാക്കി മുലക്കണ്ണ് കഴുകി വൃത്തിയാക്കി എഴുന്നേറ്റിരുന്ന് ബിസ്മി ചൊല്ലി തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് കുട്ടിക്ക് മുല കൊടുക്കണം. ഇങ്ങനെയാണ് കുട്ടികൾക്ക് മുല കൊടുക്കേണ്ട സമയം. ശരിക്കും ഒരു ഉമ്മ കുട്ടിക്ക് ഏറ്റവും നന്നായി മുല കൊടുക്കേണ്ട സമയം സുബ്ഹിന്റെ മുമ്പുള്ള സമയമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടി ഉണരുന്നത്. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? മുലക്കണ്ണ് തൊള്ളേക്ക് വെച്ചു കൊടുത്തുങ്ങാണ്ട് ഉമ്മണ്ട് ഉറങ്ങും. ഇങ്ങനെ ഉറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് കുട്ടിയിലേക്ക് ഗഫലത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെടും, അശ്രദ്ധ ഇൻസ്റ്റാൾ ചെയ്യും. കാരണം മുല കുടിക്കുന്ന സമയത്ത് ഉമ്മയുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥയാണ് കുട്ടിക്ക് കിട്ടുക. മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ കരഞ്ഞാൽ കുട്ടിയും കരയും. മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ചിരിച്ചാൽ കുട്ടിയും ചിരിക്കും. അതായത് മുല കൊടുക്കുമ്പോൾ ഉമ്മാന്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥ കുട്ടിക്ക് കിട്ടുകയാണ്. അപ്പൊ മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉമ്മ ഉറങ്ങുകയാണെങ്കിൽ ഗഫലത്ത് ഇൻസ്റ്റാൾ ചെയ്യും. കുട്ടിക്ക് അശ്രദ്ധയാണ് കിട്ടുക. കുട്ടിക്ക് അശ്രദ്ധ കിട്ടിയാൽ എന്താ? ഉസ്താദ് ഇങ്ങനെ പാഠം മാറ്റി ഉണ്ടാവും, കുട്ടി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടാവും, തന്നെ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെയാവും. അതാണ് അശ്രദ്ധ എന്ന് പറഞ്ഞത്. അത് ഉമ്മാന്റെ ഇരുന്നാണ് കിട്ടുന്നത്.